നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 വ്യാഴാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു ഫെഡറൽ റിസർവ് മീറ്റിംഗ്. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റുകൾ ശക്തമായി തന്നെ ഉയർന്നു. സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന സൂചനകൾ നൽകിയതോടെയാണ് US മാർക്കറ്റുകൾ ശക്തമായി തന്നെ ഉയർന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സും ശക്തമായി തന്നെയാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നാണ് പുറത്തു വരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റ് തന്നെയാണ്. ഇന്നലെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നത്. ഇതോടുകൂടി ജപ്പാൻ മാർക്കറ്റ് 3% മുകളിൽ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത വിൻഫോൾ ടാക്സ് കുറച്ചിരിക്കുന്നു. കൂടാതെ മറ്റൊരു സുപ്രധാനമായ വാർത്ത കൂടിയുള്ളത് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുതിച്ചുയർന്നതിനാൽ Q1 വളർച്ചയ്ക്ക് തിരിച്ചടിയായേക്കാം എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഏതായാലും വീഡിയോ അവസാനം വരെയും കാണുക. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ പ്രസക്തമായ കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുതിച്ചുയർന്നതിനാൽ Q1 വളർച്ചയ്ക്ക് തിരിച്ചടിയായേക്കാം എന്നൊരു വാർത്തയാണ് ആദ്യത്തേത്. പ്രോപ്പർട്ടി, കെട്ടിടങ്ങൾ, വ്യാവസായിക പ്ലാന്റുകൾ, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്നിവ പോലുള്ള ഭൗതിക വസ്തുക്കൾ ഏറ്റെടുക്കുന്നതിനും നവീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഒരു സ്ഥാപനമോ സർക്കാരോ ഉപയോഗിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ കാപെക്സ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി വാർത്തയിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കേന്ദ്രത്തിന്റെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മൂലധന ചെലവ് യഥാക്രമം 35%, 39% എന്നിങ്ങനെ കുറഞ്ഞിരിക്കുന്നു എന്നൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ ഇടിവ് പ്രധാനമായും പൊതുതെരഞ്ഞെടുപ്പ് കാരണം Q1 സാമ്പത്തിക വളർച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 7.3% എസ്റ്റിമേറ്റിനേക്കാൾ വളരെ താഴെയായിരിക്കാൻ കാരണമായേക്കാം. 2025 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ കേന്ദ്രത്തിന്റെ മൂലധനം ഒരു വർഷം മുൻപ് 2.78 ട്രില്യൺ രൂപയിൽ നിന്ന് 1.81 ട്രില്യൺ രൂപയായി കുറഞ്ഞു. ജൂണിൽ മാത്രം 66% കുത്തനെയുള്ള ഇടിവാണ് വന്നിരിക്കുന്നത്. ഏതായാലും പൊതുതെരഞ്ഞെടുപ്പ് കാരണം 2025 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ കേന്ദ്രത്തിൽ ഗണ്യമായ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇടിവാണ് വന്നിരിക്കുന്നത് എന്ന് കാണാം. അടുത്തതും ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇന്ത്യയുടെ കോർ സെക്ടർ വളർച്ച മെയ് മാസത്തെ 6.4% നിന്ന് ജൂണിൽ 20 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4% കുറഞ്ഞു. 8 പ്രധാന വ്യവസായങ്ങളിൽ 5 മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂണിൽ മന്ദഗതിയിലാണ്. 8 പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൽക്കരി, ക്രൂഡ് ഓയിൽ, സ്റ്റീൽ, സിമന്റ്, വൈദ്യുതി, രാസവളങ്ങൾ, റിഫൈനറി ഉൽപ്പന്നങ്ങൾ, പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെടുന്നു. മെയ് മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമായ വളർച്ച കാഴ്ചവെച്ച സെക്ടറുകൾ കൽക്കരി, ഓയിൽ, സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി എന്നിവയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയ് മാസത്തെ അപേക്ഷിച്ച് വളർച്ച കാഴ്ചവെച്ചത് ഏതൊക്കെ സെക്ടറുകളാണ് എന്നതാണ്. രാസവളങ്ങൾ, റിഫൈനറി ഉൽപ്പന്നങ്ങൾ, പ്രകൃതിവാതകം എന്നിവയാണ് നേട്ടമുണ്ടാക്കിയത്. അപ്പോൾ ഈ സെക്ടറുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ വ്യാവസായിക ഉൽപ്പാദനം മെയ് മാസത്തിൽ 5.9% വർദ്ധിച്ചു. ഇത് 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കുമാണ്. അടുത്തത് ഇൻഫോസിസുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. 2017 ജൂലൈ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ ഇൻഫോസിസിന്റെ വിദേശ ശാഖകളിൽ നിന്നുള്ള സേവനങ്ങൾക്കായി 32,403 കോടി രൂപയ്ക്ക് GST അധികൃതർ ഇൻഫോസിസിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇന്നലെ US ഇൻഫോസിസ് ADR ഏകദേശം 2% മുകളിൽ ഇടിയുകയും ചെയ്തിരുന്നു. അടുത്തതായി പുറത്തു വന്ന Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം റിലാക്സോ ഫുട്വെയർ. റവന്യൂവിൽ 1% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 748 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്ന് 44 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 520 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 125 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭമുണ്ടായിരുന്നത്. റവന്യൂവിൽ 21.1% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. അടുത്തത് BHEL ആണ്. നെറ്റ് ലോസ് ആയി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് 211.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 205 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 9.6% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 5% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 2613 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 12% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് അദാനി പവർ ആണ്.
നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് 3900 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 55% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 29% ഒരു വർധനവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. അടുത്തതായി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ പേരും നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം ആദിത്യ ബിർള ക്യാപിറ്റൽ, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ഇമാമി, എസ്കോട്സ് കുബോട്ട, എവറസ്റ്റ് ഇൻഡസ്ട്രീസ്, GHCL ടെക്സ്റ്റൈൽസ്, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, റൂഷിൽ ഡെക്കർ, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ, ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്, TV ടുഡേ നെറ്റ്വർക്ക്, വെൽപ്സൺ എന്റർപ്രൈസസ്, സൊമാറ്റോ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളുടെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഗ്രാനുൾസ് ഇന്ത്യ, ഇന്ത്യ സിമൻസ് തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനായ ലൈവ് സെഷൻ രാവിലെ 11 മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. 11 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വൊളറ്റാലിറ്റി ഒക്കെയാണ് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. ഓപ്ഷൻസ് അറിയാത്തവർ അത് തൊടാതിരിക്കുക. കൂടാതെ ട്രേഡിങ്ങുള്ള സമയം മുഴുവനായിട്ടും നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ ഒരു മെൻറ്ററായിട്ട് കൂടെ നിന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ലൈവ് സെഷൻ കാണാൻ ശ്രമിക്കുക. സ്റ്റുഡൻസിന് ഇനി ആർക്കെങ്കിലും നമ്മുടെ ലൈവ് സെഷൻ കാണാൻ കഴിയുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി ഇത് ആദ്യമായി 24,900 മുകളിലായി ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് വീണ്ടും ഔട്ട് പെർഫോം ചെയ്തു. മാരുതി സുസുക്കി ബെറ്റർ ഏർണിംഗ്സിന് ശേഷം 4% ഉയർന്നു. നിതിൻ ഗഡ്കരിയുടെ ടാക്സ് ഓൺ ലൈഫ് അൺസർട്ടൈനിറ്റി ലെറ്ററിന് ശേഷം ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഉയരുകയുണ്ടായി. അംബുജ സിമന്റ് Q1 റിസൾട്ടുകൾക്ക് ശേഷം എസ്റ്റിമേറ്റ് ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് അല്ലാഞ്ഞിട്ട് കൂടി സ്റ്റോക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. NTPC നേട്ടം തുടരുന്നു, 2% ഉയർന്നത്. സ്ലോൺ എനർജിയും വീണ്ടും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് Q1 റിസൾട്ടുകൾക്ക് ശേഷം 2% ഇടിഞ്ഞു. റിസൾട്ടുകൾ മോശമായതിനെ തുടർന്ന് ബിർള സോഫ്റ്റ് 4% ഇടിവും രേഖപ്പെടുത്തി. നിഫ്റ്റിയിലേക്ക്. തുടർച്ചയായ 4ാമത്തെ ദിവസവും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 24,950 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഇന്നലത്തെ ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. നിഫ്റ്റി തുടക്കത്തിൽ ചെറിയ നേട്ടത്തിലാണ് ട്രേഡിംഗ് ആരംഭിച്ചതെങ്കിലും പിന്നീട് അവസാന മണിക്കൂറിൽ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഇന്നലത്തെ ക്ലോസിംഗ് നമുക്കൊരു സൂചന കൂടി തരുന്നത് 25,000 എന്ന സൈക്കോളജിക്കൽ മാർക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഇത് കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ഹയർ ടോപ്പ് ബോട്ടം ഫോർമേഷനാണ് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോഴും ഒരു ക്ലിയർ റിവേഴ്സൽ ഇൻഡിക്കേഷൻ ഒന്നും ഇതുവരെയും നമുക്ക് നിഫ്റ്റി നൽകിയിട്ടില്ല. 25,000 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 25,000 മുതൽ 25,100 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ് അപ്പ് സൈഡിൽ. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 24,750 പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ വളരെ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളും അതുവഴി സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 25,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,200 അതിനുശേഷം 25,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 അതിനുശേഷം 24,000 സ്ട്രൈക്ക് അതിനുശേഷം 24,400 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 24,950 230% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ശക്തമായ ലോങ് ബിൽഡപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ 36% മാത്രം വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണത്. 24,900 സ്ട്രൈക്കിൽ 58% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 30% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 25,000 സ്ട്രൈക്കിൽ 41% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും 1% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള മുൻതൂക്കം പുട്ട് സൈഡിന് തന്നെയാണ്. മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് തന്നെയാണ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,553 54 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 21 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നത് പ്രതീക്ഷ നൽകുന്നു. പക്ഷേ 51,600 മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 51,200 മുതൽ 51,000 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്ക്
കോൾ സൈഡിൽ 51,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,500, അതിനുശേഷം 50,000, അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,500ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.25-ൽ 2.87% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 3,462 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3,366 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏതായാലും ജൂലൈ മാസത്തിൽ FIS ക്യാഷ് മാർക്കറ്റിൽ ബയ്യേഴ്സ് ആയി തന്നെ നിന്നു. 5,407 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ ജൂലൈ മാസത്തിൽ 23,486 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക് ഇന്നലത്തെ ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം ഫെഡ് ചെയർ ജെറോം പവൽ ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന സൂചനകൾ നൽകിയതോടെ S&P 500ഉം നാസ്ഡാക്കും ഫെബ്രുവരി 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന നേട്ടം കൈവരിച്ചു. സെക്ടറുകളിൽ S&P 500ലെ 11 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ടെക്നോളജിയും കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറുമാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ് എന്നിവ വീക്ക് പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് 5.25% മുതൽ 5.50% എന്ന റേഞ്ച് നിലനിർത്തുകയും സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷകൾ നൽകുകയും ചെയ്തു. ഇതോടെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 2.5% ഇടിഞ്ഞ് 4.04%-ലെത്തി. ഡോളർ ഇൻഡെക്സ് 104-ലുമെത്തി. ബുധനാഴ്ച പുറത്തുവന്ന ഒരു ഡാറ്റ US പ്രൈവറ്റ് പേറോൾ ഡാറ്റയായിരുന്നു. സ്വകാര്യ ശമ്പള പട്ടികയിൽ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇത് തൊഴിൽ വിപണി ലഘൂകരിക്കുന്നതിൻ്റെ ചില സൂചനകൾ കൂടിയാണ് തരുന്നത്. ഇനി ഇന്നലത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ എൻവിദിയ, ചിപ്പ് സെക്ടറിലുള്ള എൻവിദിയ തന്നെയാണ് 13% ഉയർന്നത്. AMD 4.3% നേട്ടമുണ്ടാക്കി. ഫിലാദാൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 7% ഉയരുകയും ചെയ്തു. ജൂലൈ മാസം അവസാനിച്ചപ്പോൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇപ്പോൾ ഡൗ ജോൺസ് തന്നെയാണ്. കഴിഞ്ഞ മാസം 4.4% കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ ഉയർന്നത്. S&P 500 1.1% ഉയർന്നു. നാസ്ഡാക്ക് ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് ജൂലൈയിൽ നൽകിയത്. 0.8% ഇടിവാണ് നേരിട്ടത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടാക്സ് നോട്ടീസിന് ശേഷം ടെക് സെക്ടറിലുള്ള ഇൻഫോസിസ് 2.12% ഇടിഞ്ഞു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.80% നേട്ടത്തിലും HDFC ബാങ്ക് 0.17% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.81% നേട്ടത്തിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 0.31% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ശക്തമായ നിലയിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.17% നേട്ടത്തിലും S&P 500 0.48% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 1.13% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് DAX 0.53% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.76% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലെ സ്റ്റോക്ക് 600 0.79% നേട്ടത്തിലും ടെക്നോളജി സ്റ്റോക്കുകൾ 2.62% നേട്ടത്തിലാണ് ഇന്നലെ അവിടെ ക്ലോസ് ചെയ്യുന്നത്. ഡച്ച് ചിപ്പ് ഫേം ASML 10% മുകളിൽ അവിടെ നേട്ടമുണ്ടാക്കി. ഇന്നലെ യൂറോ സോണിൽ നിന്നും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ പുറത്തു വന്നു. 20 രാഷ്ട്ര യൂറോ സോണിലെ ഹെഡ്ലൈൻ പ്രൈസ് ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജൂണിലെ 2.5% നിന്ന് ജൂലൈയിൽ 2.6% ഉയർന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസി പുറത്തുവിട്ട കണക്കുകളാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഇന്ന് UK ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തുവരും. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് DAX 0.05% നേട്ടത്തിൽ, CAC 0.04% നേട്ടത്തിൽ, FTSE 0.09% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റ് തന്നെയാണ്. കാരണം ബാങ്ക് ഓഫ് ജപ്പാൻ അതിൻ്റെ ബെഞ്ച് മാർക്ക് പലിശ നിരക്ക് ഏകദേശം 0.25% ഉയർത്തിയിരിക്കുന്നു. 2008 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരമാണിത്. ഏതായാലും ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് കനത്ത ഇടിവിൽ തന്നെയാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,110 എന്ന നിലയിലാണ്. 61 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 95 മുതൽ 100 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട് എന്നാണ്. ഈ ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ 25,000-ന് മുകളിലായിട്ടാവും നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുക. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.29% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.79% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.28% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.17% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ
ഇറാനിലെ ഒരു ഹമാസ് നേതാവിൻ്റെ കൊലപാതകം വിശാലമായ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൻ്റെ ഭീഷണി ഉയർത്തുകയും US-ൽ ശക്തമായ എണ്ണ ആവശ്യകതയുടെ സൂചനകൾ ഉയർന്നതോടെയും ഇന്നലെ ഓയിൽ പ്രൈസുകൾ ശക്തമായി തന്നെ ഉയർന്നു. ഇന്നലെ ബ്രൻറ്റും WTIയും 1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രൻറ്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $81.53 പെർ ബാരൽ എന്ന നിലയിൽ 0.01% നേട്ടത്തിൽ. WTI ഉള്ളത് $78.67 പെർ ബാരൽ എന്ന നിലയിലാണ് 0.98% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNN എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.